നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥയായിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒടുവില് നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവന്തികയൊക്കെ ഞെട്ടിപ്പോയി. ആ സമയത്ത് നവ്യയോട് അഭി പറഞ്ഞു, അല്ല ഇവളെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നെന്ന് ചോദിച്ചു. നവ്യയുടെ മനസ്സിലൊരു ലഡു പൊട്ടിയ അവസ്ഥയാ. ഭയങ്കര സന്തോഷമായി. രക്ഷപ്പെട്ടു. കൃത്യസമയത്ത് തന്നെ നന്ദു എത്തിയിട്ടുണ്ട്. അപ്പൊ കാര്യങ്ങളൊക്കെ താൻ ഉദ്ദേശിച്ച പോലെ തന്നെ മുന്നോട്ട് പോയി. ഇത്രയും സമയം വല്ലാത്തൊരു ടെൻഷനായിരുന്നു. ഈ സമയത്ത് കനയും ഗോവിന്ദനും വല്ലാത്തൊരു ഞെട്ടലോട് നന്ദുവിനെ നോക്കുകയാണ്. കന ഗോവിന്ദനോട് പറഞ്ഞു, ഗോവിന്ദേട്ടാ ഇതെന്താ നന്ദു ഈ പോലീസ് വേഷത്തിൽ നിന്ന് ചോദിച്ചു. അങ്ങനെ നന്ദു അകത്തേക്ക് അങ്ങോട്ട് കയറി വന്നു. പിന്നീട് പറഞ്ഞു, അതെ മോതിര കൈമാറ്റം നടത്താൻ വരട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ടത് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അല്ല അതെന്താ കാര്യം? അതെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്, അനാമിക തന്നാണ് കംപ്ലൈന്റ്. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ വന്നേ. അപ്പോൾ കംപ്ലൈന്റ് കിട്ടിയ കാര്യങ്ങളൊക്കെ സത്യമെന്ന് മനസ്സിലായെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജലജ പറഞ്ഞു, കംപ്ലൈന്റോ? എന്ത് കംപ്ലൈന്റ്? അതെ ഈ നിൽക്കുന്ന അനാമികയുടെ ഭർത്താവാണ് അനിരുദ്ധ്. അപ്പൊ മുമ്പ് അനാമികയും അനിരുദ്ധും നമ്മളെ വിവാഹം കഴിഞ്ഞിരുന്ന, ഇതുവരെയായിട്ട് വിവാഹബന്ധം വേർപ്പെടുത്താതെ വേറൊരു പെൺകുട്ടിയുടെ കയ്യില് മോതിരം മാറാനായിട്ട് ഒരുങ്ങുവാന്നുള്ള കംപ്ലൈന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. വിവാഹം നിശ്ചയമാന്ന്. അങ്ങനെ നടക്കാൻ പാടില്ല. നിയമപരമായിട്ട് അത് ശരിയല്ലെന്നുള്ള കാര്യം അറിയാലോ. അപ്പൊ അങ്ങനെ ഒരു കംപ്ലൈന്റ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിന്റെ ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നേന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ഒരു നിമിഷം ഒരന്താളിപ്പോട് കൂടിയിട്ട് ജലജ നോക്കുവാണ്. ഈ സമയം അവന്തിക്കാണ് വല്ലാത്തൊരു സങ്കടമായിപ്പോ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വേണു പറഞ്ഞു, മൂർത്തി സാറേ ഞാൻ വെറുതെ അല്ല ഇങ്ങോട്ടേക്ക് വന്നേന്ന് മനസ്സിലായല്ലോ. സാറിന് നിയമവും കാര്യങ്ങളൊക്കെ അറിയാവുന്നല്ലേ, എന്നിട്ടാണോ? ആ സമയം നന്ദു മൂർത്തി മുത്തശ്ശനോട് പറഞ്ഞു, മുത്തശ്ശ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കിട്ടി എനിക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. എന്നോട് ക്ഷമിക്കണം. കാരണം അനാമിയാണ് കംപ്ലൈന്റ് തന്നിരിക്കുന്നത്. ഇത് കേട്ടപ്പം മുത്തശ്ശന് കാര്യം മനസ്സിലായി. കാരണം മുത്തശ്ശൻ അറിയാം കംപ്ലൈന്റ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദുവിനെ അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലെന്ന്. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അച്ഛനൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. എത്രയും പെട്ടെന്ന് തന്നെ മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് മോതിരം കൈമാറാൻ പറ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ തിരുമേനി പറഞ്ഞു, അതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ തന്നെ സോൾവ് ചെയ്യേണ്ടതല്ലായിരുന്നോ? എന്നിട്ട് പോരായിരുന്നോ? എടപിടിയെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ മൂർത്തി സാറെന്ന് ചോദിച്ചു. കാരണം ആദ്യം വിളക്ക് വെച്ച് ഇത്തിരി സമയം കഴിഞ്ഞപ്പോ തന്നെ നിലവിളക്ക് കെട്ടുപോയതാ. അപ്പൊ തന്നെ എല്ലാവരുടെ മനസ്സിലൊരു ആശങ്ക ഉണ്ടായിരുന്നു. പോരാത്തിന് തിരുമേനി പറയുകയും ചെയ്തു ഈ വിവാഹത്തിന് കുറെ തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ടെന്ന്. അപ്പൊ ഒന്നാമത്തെ തടസ്സം വന്നു കഴിഞ്ഞു, അനാമിക. അപ്പോഴേക്കും കനക പറഞ്ഞു, മോളെ നീ എന്തൊക്കെയാ പറയണേ? ദേ അറിയാലോ അനിയുടെ വിവാഹം നിശ്ചയമാണെന്ന്. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്കാൻ പറഞ്ഞു. അതെ അച്ഛനും അമ്മയും ഇതിനകത്ത് ഇടപെടണ്ട. എനിക്കൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, നീ പ്രതികാരം ചെയ്യുമല്ലേ? നീ അനാമിയെ കൂട്ടുപിടിച്ച് എല്ലാരും കൂടെ ചേർന്നിട്ട് എന്റെ മകന്റെ വിവാഹ നിശ്ചയം മുടക്കാനായിരിക്കും. ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല. ഈ നിശ്ചയം നടക്കുക തന്നെ ചെയ്യും. നീയൊക്കെ എന്തൊക്കെ ചെയ്താലും നടക്കുക തന്നെ ചെയ്യൂന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ തന്നെ നവയും പെട്ടെന്ന് വേണുവിന്റെ അനാമിയുടെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങളോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നേ? ഈ വിവാഹ നിശ്ചയത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നല്ലേ, പിന്നെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നാണോ? ഇപ്പൊ നിങ്ങൾ പോകാൻ നോക്ക്. ഇതേ മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് നിശ്ചയം നടക്കട്ടെ എന്ന് പറഞ്ഞു. അതെ വക്കീൽ സാറേ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ നോക്കണ്ട. വക്കീൽ സാറിന്റെ ഉള്ളിലിപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നവീൻ ഒരു നിമിഷം ഒന്ന് പതറി. ഇനി എങ്ങാനും വേണു ഇതിവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ ശരിക്കും നാണം കൂടുന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് പിന്നെ നവീനൊന്നും പറയാനായിട്ട് പോയില്ല. നവീന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഈ സമയത്ത് അനാമിക പറഞ്ഞു, അതെ എന്റെ കഴുത്തെ കിടക്കുന്ന ഈ താലി പിന്നെ കയ്യെ കിടക്കുന്ന ഈ മോതിരം ഇത് അനിയിട്ടതാണ്. അതുകൊണ്ട് ഞാനുമായിട്ടുള്ള വിവാഹബന്ധം വേർപ്പെടുത്താതെ എന്താണെങ്കിലും ഇപ്പം വേറൊരു വിവാഹം കഴിക്കുന്നതോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ കൊണ്ട കംപ്ലൈന്റ് കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, എനിക്കറിയാടി നീ എന്റെ മോന്റെ ജീവിതം കെടുത്താനായിട്ട് വന്നവളാന്ന്. നീ ഒരു കാലത്തും ഗതി പിടിക്കില്ലടി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മോന്റെ വിവാഹം നിശ്ചയം നടന്നില്ലെങ്കിലുണ്ടല്ലോ. രേവതി പറഞ്ഞു, അതെ നിങ്ങളുടെ മോനെ പോലെ തന്നെയാ എന്റെ മോളും. എന്റെ മോളുടെ ജീവിതം താർന്നിരിക്കുക. എന്നിട്ടോ അതൊന്നും കണക്കിലാക്കാതെ മോനെ കൊണ്ട് ഒളിച്ചും പാത്തും വേറെ വിവാഹം നടത്താൻ നോക്കുന്നു. നാണം ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് രേവതിയും പറയാണ്. ആ സമയം തിരുമേനി പറഞ്ഞതേ മുഹൂർത്തം കഴിയാറായി, എന്തേലും ചെയ്യുന്നുണ്ട് പെണ്ണ് ചെയ്യണോന്ന് പറഞ്ഞു. ആ സമയം മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, ഇനിയിപ്പം നോക്കിയിട്ട് കാര്യമില്ല. കാരണം നന്ദു പറഞ്ഞു കഴിഞ്ഞു, ഇനി എന്തേലും ഇങ്ങനെ വിവാഹ നിശ്ചയം നടക്കുവാണെങ്കിൽ ആക്ഷൻ എടുക്കേണ്ട വരും, അനിയെ അറസ്റ്റ് ചെയ്യേണ്ട വരും എന്നുള്ള കാര്യങ്ങളൊക്കെ. എനിക്ക് സന്തോഷമായി, തന്നെ അറസ്റ്റ് ചെയ്തോണ്ടൊന്ന് പോയാൽ മതി എന്നുള്ളൂ. നിശ്ചയം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത്ര സന്തോഷം വേറൊന്നുമില്ല. എനിക്കാണ് നന്ദുവിനെ ഒന്ന് പോയി കെട്ടിപ്പിടിക്കണമെന്നുണ്ട്. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു, അതെ
ഇനി എന്താണെങ്കിലും ഇതുമായിട്ട് ഇപ്പം മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. മുത്തശ്ശന് മനസ്സിലായി നിയമം എപ്പോഴും നിയമം തന്നെയാണല്ലോ. അങ്ങനെ നിശ്ചയം കാര്യങ്ങളൊക്കെ മുടങ്ങുവാണ്. അങ്ങനെ മുടങ്ങിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അനാമയ്ക്കും വേണുവിനും ഒക്കെ ഒരു സമാധാനമായത്. വേണു പറയുകയും ചെയ്തു, മൂർത്തി സാറേ ഇവരുമായിട്ട് അവന്തികമായിട്ടുള്ള വിവാഹ നിശ്ചയം നടക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്റെ മോളുമായിട്ടുള്ള ഡിവോഴ്സും കാര്യങ്ങളും നടത്ത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോംപ്രമൈസിന് തയ്യാറായെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയുണ്ടെ മാത്രം ഇനിയിപ്പൊ അനിയുടെ വിവാഹ നിശ്ചയം കല്യാണം ഒക്കെ നടക്കാൻ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, എന്റെ മോൾക്കൊരു പ്രശ്നമില്ല. ഡിവോഴ്സ് കൊടുക്കണമെന്ന് എന്റെ മോൾക്ക് ഒരാഗ്രഹം ഇല്ല എന്ന് പറഞ്ഞു. മോളെന്നും പറഞ്ഞോണ്ട് അങ്ങനെ അവളുടെ അനാമയുടെ കൈയും പിടിച്ചിട്ട് വേണും രേവതിയൊക്കെ അങ്ങോട്ട് പോകുമ്പോഴത്തേനും ഇടിവെട്ടേറ്റ അവസ്ഥയിൽ നിൽക്കുവാണ്. അവന്തിക എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. നവയ്ക്ക് ഭയങ്കര സന്തോഷമായി. നായനെ ഒന്നും മിണ്ടാ നിൽക്കുവാണ്. നന്ദു പിന്നീട് ഇറങ്ങാൻ തുടങ്ങി. അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കൂടെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും അനി നന്ദുവിനെയും നോക്കുന്നുണ്ട്. സന്തോഷത്തോട് കൂടിയിട്ട് ഒരു നോട്ടമാണ് നോക്കുന്നത്. അവന്തിക അത് ശ്രദ്ധിക്കുകയും ചെയ്തു. അവന്തിക്ക് മനസ്സിലായി ഇപ്പോഴും ഇവന്റെ മനസ്സിൽ നന്ദുവാണ്. ഈ കല്യാണ നിശ്ചയം മുടങ്ങിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഇവന് വിടുവായിരിക്കും എന്നുള്ള കാര്യം. ഒരുപക്ഷെ അനാമിക ഇതിനകത്തേക്ക് വലിച്ചിട്ടത് ഇവളാണോ എന്ന് പോലും സംശയമുണ്ട്. അങ്ങനെ നന്ദു അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോവുകയാണ്. എൻഗേജ്മെന്റ് മുടങ്ങിയതിന്റെ സങ്കടത്തിലായിരുന്നു ജാനകിയൊക്കെ. ജാനകിക്കാണ് ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ജാനകി പറഞ്ഞു, എല്ലാരും കൂടെ ഒത്തോണ്ടാ എന്റെ മകന്റെ ജീവിതം തകർക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇതെന്താണെന്ന് ഞാൻ സമ്മതിക്കില്ല. എന്തു വന്നാലും ശരി, എത്രയും പെട്ടെന്ന് അവളുമായിട്ട് ഡിവോഴ്സ് നടത്തിയിട്ട് അവന്തിക്ക് എന്റെ മോനും തമ്മിലുള്ള എൻഗേജ്മെന്റ് നടത്തണം വെച്ചാ ഇനിയെങ്കിലും നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞു. മുത്തശ്ശൻ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ അടിയായിരുന്നത്. മുത്തശ്ശനത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു അടി കിട്ടുമെന്നുള്ള കാര്യം. കനയ്ക്കും കോന്നനും ഒക്കെ ഭയങ്കര ടെൻഷൻ. ഏറ്റവും കൂടുതൽ കനയ്ക്കായിരുന്നു. കാരണം തിരുമേനി പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്ദുവിന്റെ മനസ്സിൽ ആരാണോ ഉള്ളത് അവരെ തന്നെ നന്ദുവിന് കിട്ടുമെന്നുള്ള കാര്യം. ഇന്നിപ്പോ ഈ വിവാഹത്തിന്റെ ആദ്യപടിയായിരുന്നു എൻഗേജ്മെന്റ്. ഇത് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാതി വിവാഹം കഴിഞ്ഞ പോലെയാണ്. പക്ഷെ അതും മുടങ്ങിപ്പോയല്ലോ. ഇനി എന്ത് ചെയ്യും ദൈവമേ? ആ തിരുമേനി പറഞ്ഞ പോലെയൊക്കെ നടക്കുമോന്നൊരു പേടി കനകയുടെ മനസ്സിലുണ്ട്. നവീന് ഇടിവെട്ടേറ്റ പോലെ നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും ഹനിയുടെ വിവാഹം നിശ്ചയം കഴിഞ്ഞ് അവന്റെയും കൂടെ വിവാഹം കഴിക്കുവാണെങ്കിൽ പിന്നെ നന്ദുവിന്റെ പിന്നാലെ നടന്ന് അവൻ ശല്യം ചെയ്യത്തില്ല എന്നൊരു ചിന്തയൊക്കെ നവീന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നുപോയി. അതിനു വേണ്ടിയിട്ടായിരുന്നു നവീന് വേണുവിനെ അനാമികയും കൂട്ടുപിടിച്ചേ. പക്ഷെ അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവന്റെ കരഞ്ഞുകൊണ്ട് മുറിക്കാലേക്ക് കയറിപ്പോയി. ആ സമയം മുത്തശ്ശി പറഞ്ഞു, അവന്റെ മോൾക്ക് നല്ല ടെൻഷൻ ആയിട്ടുണ്ട്, അവൾക്ക് വല്ലാത്ത വിഷമമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അനി മുറിയിലേക്ക് പെട്ടെന്ന് തന്നെ കയറിപ്പോയി. പെട്ടെന്ന് കയറിപ്പോയിട്ട് കഥ കടിച്ചിട്ട് അവൻ അവിടെ കിടന്ന് തുള്ളിച്ചാടുവാണ്. പിന്നീട് നന്ദുവിനെ വിളിച്ച് താങ്ക്സ് പറയണം. നന്ദു, ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഞാൻ ആകെപ്പാട് ഉരുകി നിൽക്കുന്ന അവസ്ഥയല്ല നീ വന്നേ. നന്ദു പറഞ്ഞു, അതിന് എന്നോട് താങ്ക്സ് പറയേണ്ട കാര്യമൊന്നുമില്ല, അനാമികയും അവരുടെ അച്ഛനും അമ്മയൊക്കെ പരാതി വന്നുകൊണ്ട് മാത്രമാന്ന് പറഞ്ഞു. ഓ, എന്നാലും നിശ്ചയം മുടങ്ങിയല്ലോ, അത് മതി. ഇപ്പോഴെനിക്ക് ശരിക്കും ഒരു സമാധാനമായത്. അനാമിയോട് ഇപ്പൊ എനിക്കൊരു ബഹുമാനമൊക്കെ തോന്നണമെന്ന് പറഞ്ഞു. അവള് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്തായി തീർന്നേനം. ഈ സമയത്ത് നമിതയെയും വിളിച്ചിട്ട് എൻഗേജ്മെന്റ് മുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയണം. നമിത വെച്ച് ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലേ? സന്തോഷമായി. ഞാൻ എത്രമാത്രം പ്രതീക്ഷിച്ച കാര്യമാണെന്നറിയോ നടന്നത്. ഇപ്പോഴെനിക്കൊരു സമാധാനമായെന്ന് പറഞ്ഞു. പക്ഷെ ബാക്കി എല്ലാവർക്കും സങ്കടം തന്നെയായിരുന്നു അനിയുടെ വിവാഹ നിശ്ചയം മുടങ്ങിയതില്. ഒരുപക്ഷെ ഇനിയിപ്പോ ഈ നിശ്ചയം മുടങ്ങിയത് നന്ദുവിന്റെ കണ്ണീരിന്റെ ബലം കൊണ്ടാണോ എന്ന് എനിക്ക് ആദർശനും സംശയങ്ങൾ വരെ തോന്നി. കാരണം നന്ദുവിന് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നന്ദുവിന്റെ പ്രാർത്ഥനയുടെ ഫലമാണോ അതോ അനിയുടെ പ്രാർത്ഥനയുടെ ഫലമാണോ നിശ്ചയം മുടങ്ങിയെന്നൊരു ടെൻഷൻ. മുത്തശ്ശനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, പെട്ടെന്നൊന്നും അനിയുടെ നിശ്ചയം നടത്താൻ പറ്റില്ല. തിരുമേനി അല്ലത്തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവുമെന്ന്. ഇനിയിപ്പൊ എന്തൊക്കെ നടക്കുമെന്ന് കണ്ടറിയണം. നാഗേന്ദ്രന് രണ്ടാമത്തെ അടിയായിരിക്കും കിട്ടാൻ പോകുന്നത്. അനിയും അവന്തികയും തമ്മിലുള്ള വിവാഹം നടത്തിയിട്ട് അനന്തപുരി പിടിച്ചടക്കാന്നുള്ള സന്തോഷത്തോടെ ഇരിക്കുന്ന നാഗേന്ദ്രന് ഇതറിയുമ്പോൾ സഹിക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.